സെയിൽസ് ഈസ് വൺ ഓഫ് ദ ഹൈ പേയിങ് പ്രൊഫഷൻ ഇൻ ദിസ് വേൾഡ്. ഞാൻ ഇന്നലെ സെയിൽസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടപ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻ്റ് ഒരു പയ്യനിട്ടതാണ്, ടാർജറ്റ് പ്രഷർ തന്ന് എംപ്ലോയീസിനെ ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്യുന്നു, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ? ഓക്കെ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. മാനേജ്മെൻറ്റ് പൊസിഷനിൽ നിൽക്കുന്ന ആളുകളോട് ഞാൻ ആദ്യമേ പറയാം, സെയിൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ആർട്ട്. ഓക്കെ, ഒരു ആർട്ടിസ്റ്റിന് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആർട്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടുന്ന മെൻ്റൽ സ്റ്റേറ്റ് തന്നെയാണ് ഒരു സെയിൽസ്മാനും വേണ്ടുന്നത്. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. വെറുതെ ഈ പറഞ്ഞ പോലെ പ്രഷർ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഇനി ഈ ടാർജറ്റിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാനോട് ഞാനൊരു കാര്യം പറയാം, വിട്ടിട്ട് വേറെ വല്ല ജോലിയും നോക്ക്. സെയിൽസ് എന്ന് പറഞ്ഞ ഒരു ജോബിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. ഓക്കെ, സെയിൽസ് എന്ന് പറഞ്ഞാൽ ഒരു സാലറി ഡ്രിവൻഡ് ആയിട്ടുള്ള ഒരു ജോബല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ആരാണ് നിങ്ങൾക്ക് ടാർജറ്റ് തരുന്നത്? ടാർജറ്റൽ പ്രഷർ എന്ന് നിങ്ങൾ പറയുന്നു. ആരാണ് നിങ്ങൾക്ക് ടാർജറ്റ് തരുന്നത്? സെയിൽസിലെ ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ഒരു ഫ്ലെക്സ് എന്താണെന്നറിയോ? ഇപ്പം ഞാൻ സെയിൽസിൽ ഇറങ്ങുമ്പോൾ എനിക്ക് ഈ മാസം എത്ര രൂപ സാലറി വേണം എന്ന് തീരുമാനിക്കുന്നത്, എൻ്റെ ടാർജറ്റ് ഫിക്സ് ചെയ്യുന്നത് ഞാനാണ്. എത്ര രൂപ വേണമെങ്കിലും എനിക്കുണ്ടാക്കാൻ പറ്റും സെയിൽസ് ജോബിൽ നിന്നുകൊണ്ട്. ഇറ്റ്സ് എ കമ്മീഷൻ ബേസ്ഡ് ജോബ്. സാലറിയിൽ വർക്ക് ചെയ്യേണ്ട ഒരു പരിപാടി അല്ല സെയിൽസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലിയൊക്കെ പോയാൽ പോരായിരുന്നു. അതാണ് ഈ പറയുന്ന പ്രൊഫഷനെ ഏറ്റവും ഹൈ പേയിങ് പ്രൊഫഷൻ എന്ന് പറയാനുള്ള കാരണം തന്നെ. അത് മനസ്സിലാക്കാതെ സാലറി ടാർജറ്റ് വരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. സെയിൽസ് എന്ന് പറഞ്ഞ ജോബിനൊരു ഡിഗ്നിറ്റി ഉണ്ട്. അത് വെറുതെ കളഞ്ഞ് ഇമാതിരി പൊട്ട കമ്പനിയിൽ വർക്ക് ചെയ്ത് ആ ഡിഗ്നിറ്റി കളഞ്ഞ് കുളവാക്കാതെ നല്ല കമ്പനി നോക്കി വേറെ വല്ല കമ്മീഷനിലും വർക്ക് ചെയ്യാൻ നോക്കും. ഞാനൊക്കെ 40%, 50% വരെ ഞാൻ ഈ പറഞ്ഞ പോലെ കമ്മീഷനിൽ സെയിൽ ജോബ് ചെയ്തിട്ടുണ്ട്. 50% നല്ല കമ്പനീസ് ഉണ്ട്. ഗോ ഫൈൻഡ് എ ഗുഡ് കമ്പനി. അല്ലാതെ ഈ കോർപ്പറേറ്റ് സ്ലേവായിട്ട് ഇരിക്കാതെ നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. സെയിൽസ് ഈസ് നോട്ട് എ സാലറി ഡ്രിവൺ ജോബ്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങളാണ് ഫിക്സ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര കമ്മീഷൻ വേണം നിങ്ങളാണ് ഫിക്സ് ചെയ്യുന്നത്. ആ സ്കില്ലാദ്യം നിങ്ങൾ ഷാർപ്പ് ചെയ്യണം. നോയെ എങ്ങനെ കൺവേർട്ട് ചെയ്യണം, ഇതൊക്കെ നിങ്ങൾ ആദ്യം പഠിക്കണം. എങ്കിലേ നിങ്ങൾക്ക് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിലപേശാൻ പറ്റത്തുള്ളൂ. അത് വേറെ സത്യം. ഓക്കേ.